ഹായ് ഗായ്സ്. സോ നമ്മൾ പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് എന്താണ് ആ പരിപാടി? സോ നമ്മൾ കുടുംബശ്രീ ചേച്ചിമാരെ അല്ലെങ്കിൽ വിമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് അവരുടെ അതും എക്സ്പ്രസീവ് ആർട്സൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് സോ ദാറ്റ്സ് വാട്ട് വി ഡു. സോ ദാറ്റ്സ് അവർ ന്യൂ ഇനിഷ്യേറ്റീവ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ഞങ്ങളെ കാണുന്നുണ്ടാകും ഈ എക്സ്പ്രസീവ് ആർട്ട് തെറാപ്പീസ് പല സ്ഥലങ്ങളിൽ പല മൊഡാലിറ്റീസിൽ നമ്മളിങ്ങനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഞങ്ങളൊരു ചെയിൻ ഓഫ് പ്രോഗ്രാംസ് ആയിട്ട് ഇറങ്ങാൻ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പരിപാടിയാണ് ഇന്ന്. അപ്പോൾ അത് നമ്മൾ ഞങ്ങളുടെ ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. യെസ്, കമൻറ്റ് ബിലോ സ്ഥലം മനസ്സിലായത്. അപ്പോൾ നമ്മൾ എന്താണ് ഹോളി ഫാമിലി ചർച്ചിലെ വൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടുത്തെ ആൻറ്റിമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. സോ വി ഹാവ് മ്യൂസിക് തെറാപ്പിസ്റ്റ്, ഡാൻസ് ആൻഡ് മൂവ്മെൻറ്റ് തെറാപ്പിസ്റ്റ്, ആർട്ട് തെറാപ്പിസ്റ്റ്. തെറാപ്പിസ്റ്റ് എന്ന് പറയാൻ പാടില്ല, പ്രാക്ടീഷണേഴ്സാണ്. ഞാൻ തെറാപ്പിസ്റ്റ്, ഇത് തെറാപ്പിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇവരിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയുണ്ട് ഈ പരിപാടി എന്നൊക്കെ ഉള്ളത് അറിയാനാണ്. സോ അപ്പം പരിപാടിയെല്ലാം കണ്ടിട്ട് വരാം. വി ഹാഡ് മോർ ടാലൻറ്റ്സ്. അപ്പം എന്തൊക്കെയാണ് മ്യൂസിക് തെറാപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ ഇവിടെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ദിസ് ഈസ് ലൈക്ക് എല്ലാ ഇൻസ്ട്രുമെൻസും അവരൊന്ന് പരിചയപ്പെടുന്നതും ആ ഒരു റിഥം എങ്ങനെയാണ് അവരിൽ കൊണ്ടുവരാൻ പറ്റുന്നതും എന്ന് നോക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ മ്യൂസിക് തെറാപ്പീൻ്റെ കുറച്ച് ഹിൻറ്റൊക്കെ അവർക്ക് കൊടുത്തു. എല്ലാം ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല, നമുക്ക് ഭയങ്കര ലിമിറ്റഡ് ടൈമായിരുന്നു. അടുത്ത നമ്മൾ ഡാൻസ് മൂവ്മെൻറ്റ് തെറാപ്പിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ദേവിക അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആൻഡ് ലൈക്ക് എങ്ങനെയാണ് നമ്മളുടെ ബോഡിയിൽ തന്നെ നമ്മൾ അവെയർ ആവേണ്ടുന്നത്. നമ്മളുടെ ഈ പറയുന്ന തെറാപ്യൂട്ടിക് ടെക്നിക്സിൻ്റെ എല്ലാം പ്രത്യേകത അതാണ് കേട്ടോ. ഇതിലൊന്നും നമ്മൾ ഭയങ്കരമായിട്ട് ഇവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാതെ ഭയങ്കരമായിട്ട് ഇവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുക, ഇതൊക്കെ അറിയാവുന്നവരെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല.
ആദ്യമൊക്കെ കുറച്ചൊക്കെ ക്ഷീണമൊക്കെ തോന്നി, മടുപ്പൊക്കെ തോന്നിയെങ്കിലും റൗണ്ട് ആഫ്റ്റർ റൗണ്ട് ദേ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ പ്രോസസ്സ്. അപ്പോൾ ഇതെല്ലാം ചെയ്യിക്കുന്നത് ആ ഒരു ഗ്രൂപ്പ് കൺഫോമിറ്റി ഇങ്ങനെ കൊണ്ടുവരാം. ഒരു ഗ്രൂപ്പിൽ ഒരാൾ എങ്ങനെയാണ് ഒരു ലീഡറായിട്ട് ഇവോൾവ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ബാക്കിയുള്ളവർ അതിനനുസരിക്കുന്നുണ്ടോ, അവരതിനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും, ആൻഡ് ഇതിലെല്ലാം അവരുടെ ബോഡി പല പാർട്സ് എങ്ങനെ മൂവ് ചെയ്യുന്നു, അത് അവർക്ക് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെല്ലാം കാണിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എല്ലാവർക്കും അവരവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അവർ വല്ലാണ്ടിരുത്തി കഷ്ടപ്പെടുന്നില്ല. ആൻഡ് ഇറ്റ്സ് വെരി മാൻഡേറ്ററി ആഫ്റ്റർ ഈച്ച് സെഷൻ നമ്മൾ അവരെ ഒന്ന് ഗ്രൗണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ബിക്കോസ് അതുവരെ അവർക്കുണ്ടായിരുന്ന ആ ഒരു എനർജി ആ കറക്റ്റ് ഫ്ലോയിലേക്ക് എത്തിക്കുക എന്നുള്ളതും അവരെ ആ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൺസ് മ്യൂസിക് ആൻഡ് ഡാൻസ് തെറാപ്പീസ് ആർ ഡൺ, ഇനി എൻ്റെ ടേണാണ്. വി ആർ മൂവിങ് ടു ആർട്ട് തെറാപ്പി. അഗെയിൻ ഞാനും ഒരു ആർട്ട് തെറാപ്പിസ്റ്റാണെന്ന് പറയുന്നത് ആർട്ട് തെറാപ്പി പ്രാക്ടീഷണറാണ്. അപ്പോൾ ഓരോരുത്തരോട് നമ്മൾ ചെറിയൊരു വിഷ്വൽ ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ട് ഐ ആസ്ക് ദം ടു ഡ്രോ. ഓക്കെ, അപ്പം അവിടെയും വരയ്ക്കാൻ നന്നായിട്ട് അറിയുന്നവർക്ക് ഒരു ആർട്ട് തെറാപ്പിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിർബന്ധമില്ല. ഇതൊക്കെ ഇവരിലേക്ക് എത്തിക്കുക, ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൺ ദിയർ ഡെയിലി ലൈഫ് എങ്ങനെയൊക്കെയാണ് അവർ സ്ട്രെസ്ഡ് ആകുന്നത്, അതൊക്കെ എങ്ങനെയാണ് ഈ കുറച്ച് സമയം കൊണ്ട്, വളരെ ചുരുക്കം 2.5 മണിക്കൂറാണ് നമുക്ക് ആകെ കിട്ടിയത്, ആ സമയം കൊണ്ട് എങ്ങനെയാണ് അവരെ ഒന്ന് വെൻ്റ് ഔട്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കുക. എത്ര കാലമായിട്ടുണ്ടായിരിക്കും ഇവരൊക്കെ കളറൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലേ. അപ്പോൾ അതിലെല്ലാം കൂടെ എങ്ങനെ ഇവരെ സഞ്ചരിപ്പിക്കാം, അങ്ങനെ കളേഴ്സ് ഉപയോഗിച്ചിട്ടും ഇവരുടെ ബോഡിയൊക്കെ ഒന്ന് മൂവ് ചെയ്തിട്ടും കുറച്ച് മ്യൂസിക്കലി എൻഗേജ് ചെയ്തിട്ടും എന്തൊക്കെ ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സിലുടനീളം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടുത്തെ പ്രോഗ്രാം ഒരു ബിഗിനിങ് ആയിരുന്നു നമുക്ക്. ആൻഡ് വി ഗോട്ട് സം അമേസിങ് റെസ്പോൺസസ്. ഈ ഒരു ആൻറ്റി ഭയങ്കര എന്താ പറയുക, അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് ചെയ്യുന്നുണ്ട്. ഷീ വാസ് ലൈക്ക് ടു മച്ച് ഇൻ ടു ഇറ്റ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ആക്ടിവിറ്റി. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത് കഴിയുന്നവരുണ്ടാകും, പയ്യെ ചെയ്യുന്നവരുണ്ടാകും. എല്ലാവരുടെയും ആ ഒരു സ്പേസിനനുസരിച്ച് നമുക്കും സഞ്ചരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും കുറേ സ്നേഹം ഞങ്ങൾക്ക് കിട്ടി, കുറേ വാത്സല്യം ഞങ്ങൾക്ക് കിട്ടി. അവർക്ക് എത്രയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഇപ്പോൾ വല്ലാതെ ഈ തെറാപ്പി എല്ലാം ഇവരിലേക്ക് എത്തിക്കുക ആൻഡ് അത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യിക്കുക എന്നുള്ളതിലുപരി കുറച്ച് സമയം അവർക്ക് വേണ്ടി അവരൊന്ന് ചെലവഴിക്കാൻ പാകത്തിന് അവരെ ആക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ഈ ഒരു 2.5 മണിക്കൂറിൻ്റെ ഉദ്ദേശം. ആൻഡ് വി ബിലീവ് ദാറ്റ് അത് നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു എന്ന്. ബ്യൂട്ടിഫുൾ അല്ലേ? എനിവേസ്, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു, അതായത് ഹോളി ഫാമിലി ചർച്ച് നസ്രത്ത് ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഒരു പ്രോഗ്രാം നടന്നത്. ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത് ഹീസ് എ പ്രീസ്റ്റ് ജിനീഷ്, നമ്മളുടെ അഞ്ജുവിൻ്റെ ടീമിലുള്ളതാണ്. ടീ ബന്ദേ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ബാൻഡുണ്ട്. ഞാൻ മുമ്പും അവരുടെ ബാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ കൂട്ടത്തിൽ തന്നെ ആഷ്ബൽ എന്ന് പറയുന്ന വേറൊരു ഫാദർ ഉണ്ട്. അദ്ദേഹമാണ് നമുക്ക് ഈ ഒരു സ്പേസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിച്ചത്. സോ ദാറ്റ് വാസ് all about the day. അങ്ങനെ ഞങ്ങളുടെ സെഷൻ ഒക്കെ കഴിഞ്ഞു. റെസ്പോൺസ് ഒക്കെ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. 43 ആൻറ്റിമാരുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഈ പരിപാടി ചെയ്യുമ്പോൾ ഒരു ക്ലോസ് ഗ്രൂപ്പിൽ ചെയ്യുന്നതാണ് നല്ലത്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഫൺ അല്ലേ? കുറേ പരിപാടികളിലൊക്കെ ഭയങ്കര ഹാപ്പി എനർജി ആയിരുന്നു അവർ. ഷോളും സർക്കിളും ഒക്കെ ആയിട്ട് ഒരു ഫുൾ എൻഗേജ് ആയിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു അത് കണ്ടിരിക്കാൻ. പിന്നെ ആ ഒരു എൻഗേജ്മെൻറ്റും, ചിലവർ ഒട്ടും മൂവ് ചെയ്യില്ല എന്ന് പ്രതീക്ഷിച്ച ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്തതും, പിന്നെ ആക്ടിവിറ്റി അവർ ഡ്രോയിങ്സിലും പിന്നെ മ്യൂസിക്കിലും ഭയങ്കര സോ അതൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ ഒരു രസമുണ്ട്. അപ്പോൾ സ്നേഹമുള്ള അമ്മമാരായിരുന്നു. സോ ഇറ്റ് വാസ് നൈസ് വർക്കിംഗ് വിത്ത് ദം. ഇനി ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് എ ബിഗിനിങ്. അപ്പോൾ ഞങ്ങൾക്ക് അവർ ഗിഫ്റ്റ് ഒക്കെ തന്നു, ചായമടയൊക്കെ തന്നു. ഞങ്ങൾ സന്തോഷമായി, അവരെ സന്തോഷിപ്പിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു.
പറഞ്ഞ പോലെ ദിസ് ഇസ് ജസ്റ്റ് എ ബിഗിനിങ്, മോർ പ്രോഗ്രാംസ് ടു കം. ഈ പറയുന്ന ഒരു എക്സ്പ്രസീവ് തെറാപ്പീസ് നമുക്ക് എവിടേക്ക് എത്തിക്കാൻ പറ്റും, എത്ര ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ചെറിയൊരു ശ്രമമാണ്. സോ ഹോപ്പ് യു വിൽ ലൈക്ക് ദാറ്റ്. അപ്പോൾ കൂടുതൽ ഇത്തരം പരിപാടികൾ കാണാനായി സ്റ്റേ ട്യൂൺ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Bye bye.